ഭാരതവും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾക്കുള്ള ടേംസ് ഓഫ് റഫറൻസിൽ ഒപ്പുവെച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിൽ ഡൽഹിയിലാണ് ടേംസ് ഓഫ് റഫറൻസ് ഒപ്പുവെച്ചത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഭാരതവും അങ്ങനെ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുകയാണ്. ഈ കരാറിൽ അല്ലെങ്കിൽ ഈ ടേംസ് ഓഫ് റഫറൻസിൽ എന്തൊക്കെ സുപ്രധാനമായ കാര്യങ്ങളാണ് പറയുന്നത് ജിഷ്ണു? അശ്വതി, ഗുഡ് ആഫ്റ്റർനൂൺ. ഭാരതവും GCC രാജ്യങ്ങളും ഗൾഫ് സഹകരണ കൗൺസിലിലെ 6 രാജ്യങ്ങളും തമ്മിൽ പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ, അതിൻ്റെ ചർച്ചകൾ ഏത് രീതിയിലായിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന ടേംസ് ഓഫ് റഫറൻസ് നിബന്ധനകളിലാണിപ്പോൾ ഈ GCCയും ഒപ്പം ഭാരതവും ഒപ്പുവെച്ചിട്ടുള്ളത് എന്ന് ഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിൽ നിബന്ധനകൾ ഒപ്പുവെച്ച് പരസ്പരം കൈമാറിയിട്ടുള്ളത്. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ വ്യാപാര മേഖലകളിൽ കൈകോർത്ത് മുൻപോട്ട് പോകാൻ സഹകരണം ഉറപ്പാക്കുന്നതിനാണ് ഇത്തരത്തിൽ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് എന്ന കാര്യം വാണിജ്യ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ GCC കൺട്രീസുമായിട്ടുള്ള വ്യാപാര ബന്ധം ഭാരതത്തിൻ്റെ ഊർജ്ജ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരും. അവിടെ കൂടുതൽ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നതിനും ഊർജ്ജ മേഖലയിൽ കൂടുതൽ കരുത്തു പകരുന്നതിനും ഈ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ സാധിക്കുമെന്ന പ്രതികരണം കൂടി വാണിജ്യ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുണ്ട്. കൂടാതെ നിലവിൽ GCC രാജ്യങ്ങൾ 6 രാജ്യങ്ങൾ, അതായത് ബഹ്റൈനും കുവൈറ്റും ഒമാനും ഖത്തറും സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെ 6 രാജ്യങ്ങളും ഭാരതവും തമ്മിൽ ഏകദേശം $170 ബില്യൺ വ്യാപാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളിലെയും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ പരസ്പരം എത്തിക്കുന്നതിനുമെല്ലാമുള്ള കരാറിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ആ ചർച്ചകൾക്ക് വേണ്ടിയുള്ള നിബന്ധനകളാണ് ഇന്ന് ഭാരതവും GCCയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അശ്വതി. ശരി ജിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. ഭാരതവും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾക്കുള്ള ടേംസ് ഓഫ് റഫറൻസിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.